ഗുഡ് ഈവനിങ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ. ഹായ്. ബുക്ക് കൊടുത്തിട്ടുണ്ടോ? ലൈല മാഡം ബുക്ക് കൊടുന്നോ? ഇല്ല. ബുക്ക് കൊടുത്തെന്ന് പൊക്കി കാണിച്ച എല്ലാരും നോക്കട്ടെ. വെരി ഗുഡ്. എവിടെ? മേനക്. ഹേമ. ഒരു മിറർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ, കേൾക്കുന്നില്ല. ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഹായ്. നമ്മുടെ പുതിയ വെബിനാർ ആണ് 21st ഫ്രൈഡേ. ജിന ബുക്ക് കൊണ്ടുവരൂ. നിഷ ഓക്കെ. ആദ്യം തന്നെ നാളത്തെ ഡയറ്റ് എഴുതുക. രാവിലെ ഞാൻ പറഞ്ഞുതരാം, ആ ഓർഡർ അനുസരിച്ച് എഴുതിക്കോളൂ കേട്ടോ. ഇന്ന് ആദ്യം ബെഡ് ടൈം. ബി ടി ഫോർ ബെഡ് ടൈം. എത്ര മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത് എന്നുള്ളത്. എഴുതിയോ? മാം, ഇന്നാണ് ഉറങ്ങാൻ പോണ സമയം എഴുതേണ്ടത്. അതെ എഴുതി മാം. ഓക്കെ, ഇനി വേക്കപ്പ് ടൈം. WT ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. WT ഈസ് ഫോർ വേക്കപ്പ് ടൈം. എത്ര മണിക്കാണ് എഴുന്നേൽക്കാൻ പോകുന്നത്? എഴുതി. ഓക്കെ. വേക്കപ്പ് ടൈമില് പ്യുവർ വാട്ടർ, ചൂടാക്കിയ വെള്ളം ചൂടാറ്റിയിട്ട് കുടിക്കരുത്. അത് പ്യുവർ വാട്ടർ അല്ല, അതിൽ ഓക്സിജൻ ഉണ്ടാവില്ല കേട്ടോ. തണുത്ത വെള്ളം കുടിക്കുക അല്ലെ? പാത്രത്തിൽ വെച്ച വെള്ളം കുടിക്കുക. ഫ്രിഡ്ജിൽ വെച്ചൊന്നും എടുത്ത് കുടിക്കരുത്. നോർമൽ വെള്ളം. അഞ്ജലി ഒരു ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ ജേണൽ, ഫിറ്റ്നസ് ജേണൽ അത് കാലിയാണ്. അല്ല, അതിൽ എഴുതാൻ വേണ്ടിട്ടാ. കാലി ബുക്ക് മതി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ബെഡ് ടൈം എഴുതി, പിന്നെ വേക്കപ്പ് ടൈം എഴുതി. നിങ്ങൾ ദിവസവും ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ക്ലാസ് ഉള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഒക്കെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. വേക്കപ്പ് ടൈം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അരമണിക്കൂർ ഗ്യാപ്പ് നിങ്ങളുടെ ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും റോ ആയിട്ടുള്ള കുക്കുംബർ, ക്യാരറ്റ്, കോവയ്ക്ക എന്തെങ്കിലുമൊക്കെ എഴുതുക. എന്തെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ 5 ബദാം സോക്ഡ് ബദാം കഴിക്കാൻ പാടുള്ളൂ. എഴുതിയോ? ഓക്കെ. അത് കഴിഞ്ഞാൽ കറക്റ്റ് 2 hours ഗ്യാപ്പ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഷീജ ഡയറക്റ്റ് ക്ലാസ്സിലെ ഷീജയാണോ? അതെ അതെ. ഞാൻ എവിടെയോ കണ്ട പരിചയം പോലെ. ഞാൻ പുതിയ കുട്ടീന്നല്ലേ വിളിക്കുന്നേ. ഓക്കെ, ഞാൻ ഇന്ന് വന്നില്ലായിരുന്നു, അതാ വന്നേ. ക്ലാസ്സിൽ കയറി. വെരി ഗുഡ്. 2 hours ഗ്യാപ്പ് ഇട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു പോർഷൻ എന്ത് വേണം? ആരാ പറയാ? നിഷ മാം. കടല. കടലയാ വേണ്ടത്? പച്ചക്കടല. പച്ചക്കടല എന്ത് ചെയ്യണം? കടല, ചെറുപയർ മുളപ്പിച്ചത്. എനിക്ക് ഒരാള് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പീനട്ട് മുളപ്പിച്ചിട്ട് അതിന് റോസ്റ്റ് ചെയ്തിട്ട് സാലഡൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്.
അപ്പോ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലി ഫാറ്റ് പുറത്തോട്ട് വരുന്ന വഴി അറിയില്ല. പീനട്ട് ഭയങ്കര ഒരു സോഴ്സ് ആണ് എന്തിന്റെ ഫാറ്റിന്റെ, ബാഡ് കൊളസ്ട്രോൾ ആണ് കേട്ടോ. ഇതേ സാധനം തന്നെ മുളപ്പിച്ചത് പച്ചയായിട്ട് റോ ആയിട്ട് മുളപ്പിച്ചത് ചെറിയൊരു ഇളം മധുരം ഉണ്ടാവും. അതിന് സാലഡ് പോയിട്ട് ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരേ സാധനമാണ്, രണ്ട് രീതിയിൽ ഉപയോഗിക്കുമ്പോൾ രണ്ട് റിസൾട്ട് ആണ്. ഓക്കെ. അല്ല ചെറുപയറെല്ലാം മുളപ്പിച്ച് വേവിച്ച് കഴിക്കാൻ പാടില്ലേ? ചെറുപയർ കുഴപ്പമില്ല, പീനട്ട് നട്ടിൽ പെടുന്ന സാധനമാണ്. അതുപോലെ നമ്മുടെ വൻകടല ഉണ്ടല്ലോ, വെള്ളക്കടല, കടല, ആ. അതും ഇതുപോലെ അതും കറി വെച്ചിട്ട് കഴിക്കാമല്ലോ കഴിക്കും രാവിലെ. കഴിക്കാം. നമ്മൾ ഈ പീനട്ട് എന്നുള്ളത് നിലക്കടല എന്ന് മലയാളത്തിൽ പറയുന്നുണ്ട്, കടലവർഗം അല്ല അത്. അത് നട്ട്സ്. ഓക്കെ. നട്ട്സ് ഒന്നും തന്നെ റോസ്റ്റ് ചെയ്യാൻ പാടില്ല. പിസ്ത, ആൽമണ്ട്സ് ഒന്നും റോസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു പോർഷൻ വേവിക്കാത്ത ഭക്ഷണം അടങ്ങുന്ന ഒരു പോർഷൻ വേണം. ഒരു പോർഷനിൽ കാർബ്സ് വേണം. വേവിക്കാത്ത ഭക്ഷണത്തിൽ വെജിറ്റബിൾ സാലഡ്സ് പോലെ ഒന്നില്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത് സാലഡ് ആക്കാം, വെണ്ടയ്ക്ക സാലഡ്, കോവയ്ക്ക സാലഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലവർഗ്ഗങ്ങള് ചമ്മന്തി പോലെ ആക്കി എടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ബുക്കിൽ അതൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ചെയ്യാന്ന്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോ 3 പോർഷനാണ് വേണ്ടത്. ഒന്ന് റോ, ഒന്ന് എന്താ വേണ്ടത്, കാർബ്സ്. കാർബ്സ് നിങ്ങൾ പരമാവധി ഉഴുന്ന് ഒഴിവാക്കുക. അതിന് പകരം റെഡ് റൈസോ മില്ലറ്റ്സോ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് വെക്കുക. ഈ റോൾഡ് ഓട്സ് കഴിക്കാൻ പാടില്ലേ? റോൾഡ് ഓട്സോ? അതെന്താ സംഭവം? ഓട്സ് അത് ഞാൻ ഫോട്ടോ ഇട്ട് തരാം, അതിന്റെ പാക്കറ്റിന്റെ ഫോട്ടോ ഇട്ട് തരാം. ഓക്കെ, ശരി. പിന്നെ ഓട്സ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ മാക്സിമം കുറെ കാലം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചേർത്തുണ്ടാവും, അതുകൊണ്ടാണ്. അല്ലാതെ ഓട്സിന് പ്രശ്നമൊന്നുമില്ല. ഓട്സിലുള്ളതിനേക്കാളും ഫൈബർ ഗോതമ്പിലുണ്ട്. ഗോതമ്പിനേക്കാളും നല്ല റൈസാണ്. ഓക്കെ. പിന്നെ 3 പോർഷൻ, ഒന്നില് കടല, ഒന്ന് റോ, ഒന്ന് കാപ്സ്. ക്ലിയർ ആയല്ലോ? നാളത്തെ കഴിക്കും എല്ലാരും. എന്താണ് രാഹിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്? എല്ലാരും അൺമ്യൂട്ട് ചെയ്യൂ. രാഹിൽ പറയൂ. അല്ല, ഞാനില്ലേ സാലഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അതില് കാർബ്സ് ഉൾപ്പെടണില്ല. അപ്പൊ സാലഡ് മാത്രമായിട്ട് കഴിക്കേണ്ട, കാപ്സ് ഒരു ഇടിയപ്പൊക്കെ കഴിക്കൂ. ഒക്കെ കൂടിയാകുമ്പോ വയറ് നിറയും. അളവ് കുറച്ചാ മതി. കുറച്ചളവിൽ കഴിച്ചാൽ മതി. ഒരുപാട് വയറ് നിറച്ച് ബുദ്ധിമുട്ട് കഴിക്കണ്ട. രാഹിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? അതെന്താണെന്നറിയോ, രാവിലെ ഇവിടെ ചോറാണ് പതിവ്. ഇനി എനിക്ക് വേണ്ടിയിട്ട് അല്ലേ ഇങ്ങനെ ഉണ്ടാക്കണം പലഹാരങ്ങള്. അപ്പൊ രാവിലെ ചോറ് കഴിച്ചിട്ട് വൈകുന്നേരം പലഹാരം ആക്കിക്കോളൂ. ഞാൻ നീർദോശയും നീർദോശയും കടലക്കറിയും കടലക്കറിയും കുക്കുംബറും സാലഡ്. വെരി ഗുഡ്. പിന്നെ ജിന? ഞാൻ നാളെ ഗോതമ്പിന്റെ പുട്ട്, ചെറുപയറ്, പിന്നെ ഗോതമ്പിന്റെ പുട്ടിന്റെ കൂടെ തന്നെയാണ് ചെറുപയർ സ്റ്റീം ചെയ്യുന്നത് അല്ലേ? അല്ല, ചെറുപയറ് സെപ്പറേറ്റ് ആണ് ഞാൻ ഇതുവരെ വേവിക്കാറ്. സെപ്പറേറ്റ് സ്റ്റീം തന്നെ ചെയ്യണം കേട്ടോ. പുട്ടിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ സ്റ്റീം തന്നെ ചെയ്യാൻ ശ്രമിക്കും. സ്റ്റീം ചെയ്താണ്, മുളപ്പിച്ചിട്ട് സ്റ്റീം ചെയ്ത് കഴിക്കും. പിന്നെ ഒരു കോക്കനട്ട് ചട്നിയും കൂടെ ആഡ് ചെയ്തോളൂ വേണമെങ്കിൽ. ഇല്ല, അതിനകത്ത് കുറച്ച് കോക്കനട്ട് വെന്ത് വരുമ്പോ ചേർക്കും. അല്ലാതെ ചമ്മന്തി വേറെ ഉണ്ടാക്കാറില്ല. പിന്നെ ക്യാരറ്റും കുക്കുംബറും തക്കാളിയും കൂടി ഒരു സാലഡ് ഉണ്ടാക്കും. ശരി. നിഷ മാം? രാവിലെ റാഗി ദോശ കഴിക്കാം മാം. ഓക്കെ. പിന്നെ കുക്കുംബർ സാലഡും കഴിക്കാം. പിന്നെ ചട്നി അതിൽ കൂടെ കൂട്ട്. കടലവർഗ്ഗങ്ങൾ എന്താ കൂട്ടതില്? പയറോ കടലയോ നല്ല മറ്റേ വെള്ള പച്ചക്കറി ഇടണം, എന്നാലേ അത് നാളത്തേക്ക് ആവുള്ളൂ കേട്ടോ. ശരി, ഇന്ന് കഴിക്കാം. അപ്പൊ എന്താ സാധനം ഇട്ടെന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം ഉറപ്പായിട്ടും. ധന്യ? ഞാന് ഗോതമ്പ് ദോശയാണ് രാവിലെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ ഏതെങ്കിലും ഒന്ന് കഴിക്കും. ഷീജ എന്താ ചെയ്യണ നാളെ പ്ലാൻ ബ്രേക്ക്ഫാസ്റ്റ്? നാളെ അപ്പമാണ്. അപ്പവും ഗ്രീൻ പീസും ആപ്പിൾ മുളപ്പിച്ചത് കേട്ടോ. അതിന്റെ ഒരു റോ സാലഡും കൂടി ആഡ് ചെയ്യാ. ഹേമയെ കാണാൻ കിട്ടാറില്ല. ഡ്യൂട്ടി BLO വാർത്തയൊക്കെ കാണുന്നില്ലേ? അതന്നെ പ്രശ്നം.
എന്താ നെക്സ്റ്റ് ഡയറ്റ് പ്ലാൻ മന്തേ ഫ്രീ പറയൂ. ആവുള്ളൂ. രാവിലത്തെ ഡയറ്റ് പ്ലാൻ ഒന്ന് പറയൂ. അയ്യോ ഞാനൊന്നും കഴിച്ചു. ഉച്ചക്ക് എവിടുന്നോ ഭക്ഷണം കിട്ടി, അത് കഴിച്ചു. ഇങ്ങനെ അലിയല്ലേ. നാളെ എന്താ കഴിക്കാൻ പോകുന്നത്? നാളത്തെ കേട്ടില്ല കേട്ടോ, കേട്ടില്ല. അതിന്റെ ഉള്ളിൽ ഒരു കോള് വന്നു. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂന്ന് പറയും. ആ അതെ. അപ്പൊ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടു, പിന്നെ ലഞ്ച് പറഞ്ഞാ? ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കാൻ പോണെന്നാണ് ചോദിച്ചത്, നാളത്തെ പ്ലാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അഞ്ജലി, ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ഞാൻ സാധാരണ സ്മൂത്തിയാണ് കഴിക്കുന്നത്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റൊന്നും വന്നിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അത് കഴിഞ്ഞാല് 3 ഇന്ന് hours മില്ലറ്റാ കഴിച്ചത്, അതേപോലെ നാളെ എന്തെങ്കിലും മില്ലറ്റ് കഴിക്കാം. മില്ലറ്റ് രാത്രി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നാളത്തേക്കുള്ളത് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. അത് കഴിഞ്ഞാൽ രാവിലെ സ്മൂത്തി കഴിക്കുന്ന ആള് 2 hours ഗ്യാപ്പ് കൊടുത്താൽ മതി. വേവിച്ച ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ 3 hours ഗ്യാപ്പ് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഫുഡ് എന്താന്ന് വെച്ചാൽ അത് എഴുതുക. അത് ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് ഓപ്ഷൻ വെക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് ഓപ്ഷൻ വെക്കാം. കരിക്കും വെള്ളമാണെങ്കിൽ അത് കുടിക്കാം. നിങ്ങളുടെ ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ അത് എഴുതാം. ഇനി നിങ്ങൾ എഴുതിയത് ഫ്രൂട്ട്സ് ആണെങ്കിൽ 2 മണിക്കൂർ ഗ്യാപ്പ് നിങ്ങളുടെ ലഞ്ചിന്. റോ വെജിറ്റബിൾ സാലഡ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് 2 മണിക്കൂർ ഗ്യാപ്പ്. നട്ട്സ് ആണെങ്കിലും സോക്ഡ് നട്ട്സ് ആണെങ്കിലും 2 മണിക്കൂർ ഗ്യാപ്പ്. വേവിച്ച ഭക്ഷണം എന്തെങ്കിലും ആണെങ്കിൽ അഞ്ജലി 3 hours ഗ്യാപ്പ്. ഇതല്ലാതെ എന്തെങ്കിലും കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയാം. കഴിക്കാതിരിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു വടി എടുത്തിട്ട് സ്വന്തം കയ്യിൽ ഒറ്റയടി അടിക്കുക. മാം, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നട്ട്സ് ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണോ പറയുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 3 hours ഗ്യാപ്പ്, 3 മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട്. ലഞ്ചിന് മുന്നേ ആയിട്ട് അങ്ങനെയാണോ? അതെ. ധന്യ എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഞാനൊരു 8:45 ആവും. 8:45 കഴിക്കും. അപ്പോ 9:45, 10, 11:45 എന്താ കഴിക്കുക? ഓറഞ്ചോ മുസമ്പിയോ? എന്താ പ്ലാൻ? നട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ അപ്പൊ 11:45 നട്ട്സ് കഴിക്കുക, 1:45 ലഞ്ച്, 2 മണിക്കൂർ ഗ്യാപ്പ്. ലഞ്ചും ഇതുപോലെ 3 പോർഷൻ ആണ്. അവനവന്റെ ഡയറ്റ് ഇപ്പൊ തന്നെ എഴുതിക്കോളൂ. നാളെ എന്താണ് ഡയറ്റില് ഉൾപ്പെടുത്താൻ പോകുന്നത്. യോഗേർട്ട് കഴിക്കാൻ പാടില്ലേ? പാല് കാച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. പാല് കാച്ചിയിട്ട് ഞാൻ അതിന്റെ പാട നെയ്യ് എടുത്ത് മാറ്റും. എന്നിട്ട് അത് പുളി കുറച്ച് തയ്യാറാക്കുന്നത്. അത് കഴിക്കാൻ പാടില്ല. വല്ലപ്പോഴും ആഗ്രഹത്തിനൊക്കെ കഴിക്കാം. അതെ അല്ലേ? പശുവിന്റെ പാല് കട്ടെടുത്ത്. അല്ല, തൈരും പറ്റില്ല അല്ലെ? പാലായതുകൊണ്ടാണ് പറയുന്നത് അല്ലെ? പാല് കേട് വരുന്നതാണ് തൈര്. ഓക്കെ, അറിയാം. വല്ലപ്പോഴും കഴിക്കാം, പക്ഷെ ഡയറ്റിന്റെ ഭാഗമായിട്ട് കഴിക്കണ്ട കേട്ടോ. ഞാൻ ചില സമയത്ത് വൈകുന്നേരം എന്ത് വേണേ കഴിച്ചോളൂ. പാലോ പാലുണ്ണിയൊക്കെ കഴിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പൊ തൈര് കഴിക്കാനേ പാടില്ല? തൈര് ഡയറ്റിന്റെ ഭാഗമായിട്ട് കഴിക്കണ്ട. നിങ്ങൾക്ക് ഇടയ്ക്ക് പൂതി തീർക്കാൻ വേണ്ടി ഇടയ്ക്ക് കഴിച്ചോളൂ. ആഗ്രഹമാണെങ്കിൽ, കഴിക്കാൻ ആഗ്രഹമാണെങ്കിൽ മാത്രം. പാടില്ല. 2 ദിവസം തൈര് ഒഴിച്ചിട്ടാ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത്. ആരത്? ഞാൻ. അത് നമ്മുടെ എളുപ്പപ്പണിയാണ്. മാം, ചായ കുടിക്കാൻ പാടില്ല? ചായ നിങ്ങളുടെ ആഗ്രഹത്തിന് കുടിക്കാം, ആരോഗ്യത്തിന് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആഗ്രഹം വന്നു കഴിഞ്ഞാൽ കുടിക്കണം. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നോക്കുക, കൂടുതൽ ആഗ്രഹം തോന്നണമെങ്കിൽ പോയി കുടിച്ചോളൂ, കുഴപ്പമില്ല. ഡയറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഫിൽഡ് ആയിട്ട് ഇരിക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വരുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ വേണമെന്ന് തോന്നും അല്ലേ? കുറെ നേരം കഴിക്കാതിരുന്നിട്ട് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, എണ്ണയിലും കുഴപ്പമില്ല, പൊരിച്ചതാണെങ്കിലും കുഴപ്പമില്ല, കഴിച്ചാ മതി. ഇപ്പൊ കഴിക്കുക, പിന്നെ ഡയറ്റ് നോക്കണ സമയത്ത് ഒക്കെ നോക്കാ തോന്നും. അപ്പൊ പക്ഷെ ഗ്യാസ് ഇത് ചെയ്ത് തുടങ്ങിയ പിന്നെ ഗ്യാസ് വല്ലാതെ ഫോം ചെയ്യുന്നുണ്ട് എനിക്ക്. അത് നമ്മൾ സാധാരണ കഴിക്കുന്ന രീതിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കഴിക്കുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഗ്യാസ് ഫോം ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ ജീനയുടെ ഡയറ്റ്. അല്ല, ഇന്നത്തെ ഞാൻ ഇട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തെയും കൂടി കഴിച്ചിട്ട് ഒരുമിച്ച് വോയിസ് എഴുതി ഇടാന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കിയേക്കുന്ന വിധവും ഇതൊക്കെ കൂടി. രാവിലെ കഴിച്ചത് ഗോതമ്പ് പുട്ടും കടലയാണ്. ഇപ്പൊ ഇങ്ങനെ ചായ കുടിക്കുമ്പോ ചായന്റെ കൂടെ മറ്റേ ഭക്ഷണങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല. എല്ലാത്തിനും കൂടെ ഒരു കപ്പ് കാണുന്നുണ്ട്. ചായ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് പാല്
പാല് എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ പോഷകാഹാരമായിട്ടാണ് കണക്കാക്കുന്നത്. ആർക്ക്? 2 ഓക്കെ. വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ആരുടെ? ഉം. ഉം. സ്വന്തം അമ്മയുടെ ഉം. മക്കൾക്ക്. ഉം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഉം. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടികളുടെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിന്റെ ബുക്കിലുള്ളതാണ്. എന്റെ സിസ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഓക്കെ ഓക്കെ. പാല് കുടിക്കുമ്പോ പ്രത്യേകിച്ച് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചെന്നാല്, കുടിക്കുമ്പോ അത് കഴിഞ്ഞാൽ അത് ചായക്കൂടി ആണെങ്കിൽ പോലും 3 hours ഗ്യാപ്പ് ഇട്ടിട്ടേ വേറെ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അതെ. അപ്പൊ അന്ന് അതിന്റെ കൂടെ വല്ല കുക്കുംബർ ജ്യൂസോ നമുക്കിങ്ങനെ ചായയുടെ കൂടെ അത് എടുക്കാൻ അല്ല പാടില്ല. ചായയുടെ കൂടെ അല്ല. ഇപ്പൊ ചായ ഒഴിവാക്കിയിട്ട് ഇപ്പൊ രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോ ഈ ചായ കുടിച്ച് ശീലമുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ആ ഒരു സമയത്ത് ദാഹം. ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ റാഗിയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ചായക്ക് അഡിക്ഷൻ ഉള്ള ഒരാളായിരുന്നു. ഞാൻ 15 ഗ്ലാസ് 16 ഗ്ലാസ് ചായ കുടിച്ചോണ്ടിരുന്ന പണ്ട്. ആ. അപ്പൊ മാറ്റാൻ വേണ്ടി ചെയ്തിരുന്ന റാഗി ലൂസായിട്ട് വെള്ളം പോലെ ആക്കി എടുത്തിട്ട് ഉം. അതിനകത്ത് കുറച്ച് തേങ്ങയും ഉപ്പും ഇട്ടിട്ട് ലൂസ് ആക്കിയിട്ട് കുടിക്കുക. ആ ആ അപ്പൊ നമുക്കതൊരു ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോ ഒരു ഫില്ലിംഗ് ഫീൽ തോന്നും. ആ. ഓക്കെ ഓക്കെ. റാഗി മുളപ്പിച്ച പൊടിയായിരിക്കണം കേട്ടോ. പൊടി ഇങ്ങനെ ഒരു 2 സ്പൂണൊക്കെ കലക്കിയിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ അങ്ങനെ ആ. ഉണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ ഈ പൊരിച്ച മീനിന് പകരം കറി വെച്ച മീൻ കഴിക്കാൻ ശ്രദ്ധിക്കുക. മുളക് പൊടിക്ക് പകരം പച്ചമുളക്, ഇഞ്ചി, ആ കുരുമുളക്. ഓ അത് ഞാൻ അന്ന് ഇങ്ങനെ ഒരു കഴിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇങ്ങനെ അല്ല കുഴപ്പമില്ല, ആഗ്രഹത്തിന് ആ, കഴിച്ചോളൂ കേട്ടോ. എന്ത് ആ. സാധനമാണെങ്കിലും ആഗ്രഹം വന്നു കഴിഞ്ഞാൽ കഴിക്കണം. നിങ്ങൾ അതിനെ ഓ ഇമോഷണലി വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പിന്നെ അന്ന് നിങ്ങള് ഇങ്ങനെ കഴിക്കണ്ടെന്ന് ആദ്യമൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി കുറെ ദിവസമായി കഴിച്ചിട്ട് ഒരു പീസ് കഴിച്ചു കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചതാണ്. ഇത് കുഴപ്പമില്ല. ഇങ്ങനെ കഴിച്ച് ഇപ്പൊ എന്താണെന്നറിയോ, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് മാറ്റണമെന്നൊന്നും ഞാൻ പറയില്ല. ഒറ്റയടിക്ക് മാറ്റിയാൽ നമ്മളെ ഒരു ജയിലിലിട്ട ഫീൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ കഴിച്ചോ, പ്രശ്നമില്ല. നമ്മൾ അതിനെങ്ങനെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ മനഃപൂർവ്വം കണ്ണടച്ചിരുന്നിട്ട് ഒന്നും ചിന്തിക്കരുത് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ ചിന്തകൾ കയറി വരില്ലേ. അതേപോലെ തന്നെയാണ് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് പറഞ്ഞിരുന്നാൽ നമുക്ക് കഴിക്കാൻ ഇങ്ങനെ ടെൻഡൻസി കൂടും. അപ്പൊ കഴിക്കാൻ തോന്നുമ്പോ എടുത്ത് കഴിക്കുക. അപ്പൊ ഞാൻ കഴിക്കാൻ എപ്പോഴും എനിക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിചാരത്തിൽ നടക്കുക. എനിക്ക് ഓ. നമ്മളൊരു ബ്ലോക്കേജ് വെച്ചിട്ടുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഉം. നാവിന്റെ രുചി മെല്ലെ മെല്ലെ മാറും. കുറച്ച് കഴിയുമ്പോ ഈ ഇതേപോലെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ടേസ്റ്റ്, നാവിന്റെ ഏറ്റവും സോഫ്റ്റ് ലെയർ ഉണ്ട്, അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടാവും. അതായത് റിയൽ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ഡിമാൻഡ് ചെയ്യുന്നാവും. ആ രീതിയിലേക്ക് മാറും കേട്ടോ. ഉം. അപ്പോൾ ലഞ്ചിലെത്തി നമ്മള്. ലഞ്ച് ഉം. കഴിഞ്ഞാൽ 3 നോൺ വെജ് അതിലുണ്ടെങ്കിൽ ഇപ്പൊ ചിക്കനോ ബീഫ് ബെലി ഫാറ്റ് കുറച്ച് കൂട്ടുന്ന സാധനമാണ്. പറ്റുകയാണെങ്കിൽ ഒഴിവാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. നോൺ വെജ് ഉണ്ടെങ്കിൽ ഒരു 4 to 5 hours ഗ്യാപ്പ് കൊടുക്കുക. വെജിറ്റേറിയൻ ആണെങ്കിൽ 3 hours ഗ്യാപ്പ് കൊടുക്കുക. നെക്സ്റ്റ് ഭക്ഷണം എഴുതുക. ഇപ്പൊ നമ്മുടെ വർക്ക്ഔട്ട് 7 o'clock വരിക. ഇപ്പൊ 7 o'clock ആ ടൈമിന് നിങ്ങൾ ഒരു പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നാളെ അയച്ചു തരാം. വർക്ക്ഔട്ടിന്റെ ടൈം വേറൊരു ഹീലിംഗ് പ്രാക്ടീസ് പോലെ ചെയ്യാനുള്ള കാര്യമാണ്, അത് ചെയ്യണം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വർക്ക്ഔട്ട് എന്താണ് കഴിക്കണം എന്നും കൂടി എഴുതി വെച്ചിട്ട്. അല്ല ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്ക് രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം ഫ്രൂട്ട് കഴിച്ചിട്ട് പിന്നെ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാ ഉച്ചലത്തെ ഫുഡ് ടൈം? ഫ്രൂട്ട് കഴിച്ച് 2 മണിക്കൂർ ഗ്യാപ്പ് ലഞ്ച്. രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ടോ? ആരെങ്കിലും 10 മണിക്ക് ശേഷം ഓ ഉറങ്ങുന്നുണ്ടോ? ഓ ഞാൻ 12 മണി കണക്ക്. എന്തിനാണ് അത്രയും ലേറ്റ് ആവണേ? ഓ ഇനി ലൈറ്റ് ആവും. ഒന്നാമത്തെ അങ്ങനെ കിടന്ന് കിടന്ന് ശീലായി. നേരത്തെ കിടന്ന് വീട്ടിൽ ഇവിടെ ഹസ്ബൻഡൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ 10:30. അപ്പൊ പിന്നെ അവരുടെ മോളും ഹസ്ബൻഡും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞു. ഒന്ന് മേല് കഴുകി വന്ന് കിടക്കുമ്പോ എന്തായാലും കൊച്ചിനോട് എല്ലാവരും അവരവരുടെ അന്നത്തെ പാത്രം കഴുകാനൊക്കെ ട്രെയിനിങ് ചെയ്യണം കേട്ടോ. ഇത് 2025 അല്ല അതൊക്കെ അവര് ചെയ്യും. അപ്പൊ എന്നാലും അവര് ചെയ്തോട്ടെ, നേരത്തെ കിടന്നുറങ്ങാം. അതാണ് മെസ്സേജ്. അപ്പൊ അതനുസരിച്ച് രാവിലെ ലേറ്റ് ആവും. എണീക്കുമ്പോ 7 മണി അതില് വിട്ടൊക്കെ ചില ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട്. ഇനിയിപ്പോ അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂത്ത മോളും കൊച്ചും ഇപ്പൊ വരുന്നുണ്ട്. അവര് ലീവിന് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അവിടുത്തെ ടൈം അനുസരിച്ച് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും കൂടി ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ മാക്സിമം 12 മണി കഴിഞ്ഞ് പോവാതിരിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ. എനിവേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുള്ളൂ. ഓ തോന്നില്ല എന്ന് പറഞ്ഞാൽ വരില്ല.
കേട്ടോ. അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. 7:27 ആയി. ഓക്കെ 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 ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം. ഒരു കാരണവശാലും ഇത് ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത്. എനിക്ക് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഇത് കൂടെ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനും ആ അതെ, നമ്മളെല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിപ്പോ സാധാരണ എങ്ങനെയാന്ന് വെച്ചാല് ഡയറക്റ്റ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും വരുന്നു, ക്ലാസ്സിന്റെ ടൈമിൽ ക്ലാസ് ചെയ്യുന്നു. പിന്നെ ഡയറ്റ് ഫോളോ അപ്പ് ഒക്കെ ഫോണിൽ കൂടെ വാട്സപ്പ് കൂടെ ഒക്കെയാണ് കൊടുക്കുക. ഇതാ ഷീജയ്ക്ക് അറിയാം. അപ്പൊ ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇത്രയും ഹാഫ് ആൻ അവർ ഇരുന്നിട്ട് ഡയറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഇനിയിപ്പോ അടുത്ത ദിവസം നമുക്ക് പുതിയ ബാച്ച് വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ. ഇത് നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാനും ബേസിക് ഐഡിയ കിട്ടും. ഈ ഒരു 2 months കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഡയറ്റ് പഠിച്ചെടുക്കണം. എല്ലാവരും ഡയറ്റീഷ്യൻസ് ആവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അതെ, ഈ നൈറ്റിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല? നൈറ്റില് ഉറങ്ങുന്നതിന് 2 hours മുമ്പ് കഴിക്കും. എത്ര മണിക്കാ ഉറങ്ങല്? അത് 11 മണിയാവും. 11 മണിക്കൊന്നും ഉറങ്ങാൻ പാടില്ല. 11 മണിക്കൊക്കെ നമ്മുടെ അർദ്ധരാത്രിയാണ്. ചിരിക്കുക അല്ലെ. അതാവും, പിള്ളേരൊക്കെ ഉറങ്ങി വരുമ്പോ ആ സമയാവും. അതാണ് അവര് പഠിത്തം അതൊക്കെ കഴിഞ്ഞു. പ്രയോറിറ്റി ആർക്കാണ് ലൈഫില്? ഇപ്പൊ വേറെ ആരെയും നോക്കണ്ട. നമ്മള് നമ്മളെ ഒരു രാജാവായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ മറ്റുള്ളവരും രാജാവായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തോളൂ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒന്ന് മാർക്ക് ചെയ്യും. കാല് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യും. കുറച്ച് ഹൈറ്റിൽ വെക്കുക അല്ലെ. കൈയും കാലും വീശി മാർച്ച് ചെയ്യുക. കീപ് മാർച്ചിങ്. കൈ സർക്കിൾ ചെയ്തു. സർക്കിൾ ചെയ്തുകൊണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നടക്കും. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. കൈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സർക്കിൾ ചെയ്യുക. ഫ്രണ്ടിലേക്ക് സർക്കിൾ ചെയ്യാം. Keep moving. Twist ചെയ്യൂ. നിന്നാണ് തന്നെ ട്വിസ്റ്റ് ചെയ്യൂ. ഇവിടെ നിന്നോളൂ, അപ്പൊ എനിക്ക് കാണാലോ. Twist. Very good. Hips rotation. Keep moving. Opposite. ഞാൻ എല്ലാരും ഒന്ന് മ്യൂട്ട് ആക്കുന്നുണ്ട് കേട്ടോ. കാല് വൈഡ് ആക്കി വെക്കുക. Then side to side. Right and left. Keep moving. 40 seconds. Cross side ചെയ്യൂ. Right to the left. Left to the right. Right to the left. Left to the right. ക്രോസ് ആയിട്ട് ചെയ്യാം. Very good. March.
കൈന് രണ്ട് സൈഡിലേക്ക് സ്വിങ് ചെയ്യും. ബ്രീത്ത് ഇൻ ത്രൂ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട് ത്രൂ മൗത്ത്. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അബ്ഡമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക കേട്ടോ. ഇനി ചെയ്യുന്ന എല്ലാ മൂവ്മെന്റ്സും നമ്മൾ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുക. കീപ് മൂവിങ്. എല്ലാവരും ചിരിച്ച് ഹാപ്പി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ജസ്റ്റ് 35 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ വർക്ക്ഔട്ട്. 8:05 ഫിനിഷ് ആവും കേട്ടോ. Abdomen tight ചെയ്യാം. Breathe out. Down. Breathe out. കാലും മുട്ടും മടക്കി നെഞ്ചിലേക്ക് വരട്ടെ. വലത് കാല് കേട്ടോ. എല്ലാരും വലത് കാല് മടക്കി നെഞ്ചിലേക്ക് കൊണ്ടുവരാം. വലത് കാല് മാത്രം ചെയ്താൽ മതി. ക്രോസ് ആയിട്ട് വായ തുറന്ന് ശ്വാസം വിടൂ. ഊതി ശ്വാസം വിടുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴെ വെക്കുക. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. വയറിന്റെ അടിഭാഗം സെന്റർ ഒക്കെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തോണ്ട് ചെയ്യാം. സ്ലോ ആയിട്ട് ചെയ്യൂ, സ്പീഡ് വേണ്ട. ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ഇനി ഇടത് കാല് ചെയ്യാം. ഇടത് കാല് കിക്ക് അപ്പ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാല് അവിടെ ഹോൾഡ് ചെയ്യണം. ശ്വാസം മുഴുവനായിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം കാല് തിരിച്ചു വെക്കാൻ പാടും. ഓക്കെ, റെഡി? ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ഊതി വിടൂ. Breathe in. Breathe out. Up. Keep moving. Breathe out. Keep moving. Hold ചെയ്യാം. ശ്വാസം എടുക്കരുത് കേട്ടോ. കാല് പൊക്കി പിടിച്ച് ശ്വാസം എടുക്കരുത്. ശ്വാസം മുഴുവൻ പുറത്തേക്ക് ഇടാം. റൈറ്റ് ലെഗ്. വലത് കാല് ചെയ്യാം. Bend your knee. Breathe out and hold. ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിട്ടിട്ട് തിരിച്ചു വരാം. ഹേമ സ്ലോ ആയിട്ട് ചെയ്യൂ, സ്പീഡ് വേണ്ട. ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിട്ടതിന് ശേഷം കാല് തിരിച്ചു വെക്കാൻ പാടുള്ളൂ. ബ്രീത്ത് ഔട്ട്. റൈറ്റ് ലെഗ്. നെഞ്ചിലൊന്നും ബലം പിടിക്കേണ്ട, വയറ് മാത്രം ടൈറ്റ് ചെയ്താൽ മതി. ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തേക്ക് വിടുക. ഓ ഓ എന്ന് പറയുമ്പോൾ ഓമനയുടെ ഓ. ബ്രീത്ത് ഔട്ട്. Breathe out and lift. Very good. Now change. ഇടത് കാല് ലിഫ്റ്റ് ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടാം. Breathe out. Very good. Keep moving. Breathe out and lift. Keep moving. Abdomen tight. Breathe out and lift. Next one. കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാം. Breathe in. Breathe out. Breathe in other side. Breathe out. Breathe in. പകുതിക്ക് വെച്ച് breathe out ചെയ്യാം. Breathe in through nose and breathe out. ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞ് പുറകിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇതന്നെ പുറകിലെ ക്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ. വളഞ്ഞിട്ട് ക്ലോക്ക് കാണുന്നുണ്ടെങ്കിൽ അതിന് താഴെ. Breathe out. Breathe in. Keep moving. കുമ്പിട്ട് താഴെ സമയം കളയണ്ട. താഴെ വന്ന അപ്പൊ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാ കേട്ടോ. നിങ്ങൾ ആ പുറകിലേക്ക് വളയുന്നതിലാണ് എല്ലാം ഇരിക്കുന്നത്. Breathe out. Breathe in and breathe out. Keep moving. Breathe out. Keep moving. Breathe out.
സെക്കൻഡ് സെറ്റ് ആണ്. താഴെ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാ. ഒരേ സൈഡിലേക്ക് തന്നെ കറങ്ങരുത്. വെരി ഗുഡ്. തേർഡ് സെറ്റ് സെയിം തന്നെ ചെയ്യാം. തേർഡ് സെറ്റ് സെയിം തന്നെ ചെയ്യാം. എല്ലാവരും ചെയ്തോളൂ. നിങ്ങൾ ആ വളയുന്ന സമയത്ത് പുറകിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. വളഞ്ഞുകൊണ്ട് പുറകില് സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ നിഷ മാം. പുറകില് സ്റ്റെപ്സ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. തേർഡ് സെറ്റ് ആണ്. Keep moving. Very good. Next. കാൽ രണ്ടും വൈഡ് ആക്കി വെക്കുക. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ. താഴത്തേക്ക് പോ. ബ്രീത്ത് ഔട്ട്. മുകളിലേക്ക് വരുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടാം. കാല് വൈഡ് ആയിട്ട് വെക്കുക കേട്ടോ. എല്ലാവരും കാല് വൈഡ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. കാലിന്റെ വിരല് പുറത്തേക്ക് ഫേസ് ചെയ്യണം. നെഞ്ച് താഴ്ത്തണ്ട ഷീജ. നെഞ്ച് താഴ്ത്താതെ ചെയ്യാം. ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. സെക്കൻഡ് സെറ്റ് സെയിം തന്നെ. ആർക്കും കാൽമുട്ടിൽ വേദനയൊന്നും വരാൻ പാടില്ല. ഇനി ഒറ്റ ബ്രീത്ത് ഔട്ടിൽ 4 പ്രാവശ്യം മൂവ് ചെയ്യാൻ പറ്റും നോക്കൂ. 1 2 3 4. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്യാം. 1 2 3 and 4. അതും പറ്റുന്നില്ലെങ്കിൽ 2 പ്രാവശ്യം. 1 and 2. 2 പ്രാവശ്യം എല്ലാവർക്കും പറ്റുമല്ലോ അല്ലെ. കാൽമുട്ട് സൈഡിലേക്ക് പോണം. ആരും തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് കാലിന് വേദനയാന്ന് പറഞ്ഞ് പ്രശ്നമാക്കരുത് ക്ലാസ് കഴിഞ്ഞിട്ട്. ബ്രീത്ത് ഔട്ട്. പൊങ്ങുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. തേർഡ് സെറ്റ് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. വെരി ഗുഡ്. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അരമണിക്കൂർ റെസ്റ്റ് എടുത്തോണ്ടാണോ അല്ലെ. ബ്രീത്ത് ഔട്ട് അപ്പ്. ബ്രീത്ത് ഔട്ട് അപ്പ്. ബ്രീത്ത് ഔട്ട് up. Breathe out up. Breathe out. Keep moving. നമ്മുടെ ശരീരത്തിന്റെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്ന സംഭവം എവിടെയായിരിക്കുന്നെന്ന് അറിയോ? ആർക്കാ പറയാൻ പറ്റുക? രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്ന ഏത് ഭാഗത്തെയാണ്? കാഫ് മസിലിനെയാണ് അല്ലേ? ഓക്കെ, എല്ലാരും റിലാക്സ് ചെയ്തിട്ട് കാഫ് മസിൽസിൽ ഒന്ന് കൈവയ്ക്കൂ. നിങ്ങളുടെ രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് കാഫ് മസിലാണ്. കാഫ് കാൽമുട്ടിന്റെ താഴെ ഇവിടെ ഈ ഭാഗം കേട്ടോ. അപ്പൊ അത് സ്ട്രോങ് ആയിരിക്കണം. അത് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ഹാർട്ടും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെറിയൊരു വർക്ക്ഔട്ട് ചെയ്യാണ്. കാല് ചേർത്ത് വെക്കുക എല്ലാരും. പക്ഷെ ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കണം. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഹീൽസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഹീൽസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വയറുള്ളിലേക്ക് വലിച്ചിട്ട് വായക്കൂടെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. കാല് നോക്കിക്കോളൂ. കാലിങ്ങനെ ഹീല കാണുന്നുണ്ടോ? അപ്പൊ ചെയ്യുന്ന സമയത്ത് അബ്ഡമൻ ടൈറ്റ്, ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ഒരു വെടിക്ക് 2 പക്ഷി. ആബ്സ് ടൈറ്റ്, ബ്രീത്ത് ഔട്ട്, ഹീൽസ് അപ്പ്. പൊങ്ങുമ്പോ ബ്രീത്ത് ഔട്ട് ചെയ്യണം. പൊങ്ങുമ്പോ ബ്രീത്ത് ഔട്ട്. അബ്ഡമൻ ടൈറ്റ് ആൻഡ് ബ്രീത്ത് ഔട്ട്. കാഫ് മസിലിന് ഫീൽ ചെയ്യുന്ന ആളുകൾ ഒന്നിങ്ങനെ കാണിക്കൂ. വെരി ഗുഡ്. സെക്കൻഡ് സെറ്റ്. Breathe out. Very good. Keep moving. Breathe out. Heels up and down.
ആർക്കെങ്കിലും വർക്കൗട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. ചോദിക്കാൻ ഒരു മടിയും മടിക്കരുത്. ചോദിക്കാൻ ഒരു മടിയും വേണ്ട. എല്ലാവരും ഫ്രീ ആയിട്ട് ചോദിക്കാം. സെക്കൻഡ് സെറ്റ് ആണ്. അബ്ഡമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് കാഫ് മസിൽസിന് ഫീൽ ചെയ്തുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഹേമ മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ. തേർഡ് സെറ്റ് സെയിം തന്നെ ചെയ്യാം. കാല് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചോളൂ. കാഫ് മസിൽ കത്തുന്ന പോലെ ഒരു ഫീൽ വരണം. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. വെരി ഗുഡ്. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. Rahila, keep moving. Very good. Breathe out and lift. പറ്റുന്ന അത്രയും ചെയ്യാ. 3 sets. Breathe out. Keep moving. Okay. ഇനി എല്ലാവരും ഫ്ലോറിലേക്ക് വരാം. ചെരിഞ്ഞെടുക്കാം. കാലിന് ബട്ടർഫ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഫ്ലോറിന് പൊക്കി വെക്കണം കേട്ടോ. ഫ്ലോറിന് പൊക്കിയിട്ട് കൈ മുമ്പിൽ വെക്കാം. ക്ലോസ്, ഓപ്പൺ, ക്ലോസ്, ഓപ്പൺ. ഇത് തറയല്ല കേട്ടോ വെച്ചിരിക്കുന്നേ. ഫ്ലോറിന് പൊക്കി വെക്കാം. Breathe out. Close. Breathe out. മാം ഈ കാല് മാത്രം പൊക്കിയ പോരെ? തറയുന്ന 2 കാലും പൊക്കണം. ഇങ്ങനെ കിടന്നോളൂ. ഫുള്ളായിട്ട് കിടക്കൂ. അങ്ങനെ. എന്നിട്ട് വലത് കാലും ഇടത് കാലും തറയുന്ന പൊക്കിയിട്ട് ക്ലോസ് ആൻഡ് ഓപ്പൺ ചെയ്യാം. ഹേമ ഫോൺ ചാർജിൽ ഇട്ടിരിക്കണോ? Keep moving. Change. Opposite side. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഒരു കാല് തറയിൽ വെക്കാൻ പാടുള്ളൂ. ഓക്കെ ആണെങ്കിൽ 2 കാലും തറയിൽ നിന്ന് പൊക്കിയിട്ട് ബട്ടർഫ്ലൈ. ക്ലോസ് ആൻഡ് ഓപ്പൺ. താഴെയുള്ള കാല് അനക്കണ്ട കേട്ടോ. താഴെയുള്ള കാല് പൊക്കി വെച്ചാൽ മതി. മുകളിലുള്ള കാലാണ് മൂവ് ചെയ്യുന്നത്. മുകളിലുള്ള കാല് തുറക്കുക, അടയ്ക്കുക. കിടന്നിട്ട് ചെയ്തു. കീപ് മൂവിങ്. സ്ലോ ആയിട്ട് ചെയ്യാ. സ്പീഡ് വേണ്ട. ബ്രീത്ത് ഇൻ ആൻഡ് ക്ലോസ്. ബ്രീത്ത് ഔട്ട്, ഓപ്പൺ. Keep moving. Okay, next. ഇതേപോലെ തന്നെ കിടന്നിട്ട് ഒരു കാല് ഫ്ലോറിൽ ലിഫ്റ്റ് ചെയ്ത് വെച്ചു. മറ്റേ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. And bend. Then close, open. ബ്രീത്തിങ്ങും കൂടി പറഞ്ഞേ മാം. Stretch out here. Breathe out. Close. Breathe in. Stretch. Breathe out. Stretch. Close and open. ക്ലോസ് ചെയ്യുമ്പോഴാണ് ബ്രീത്ത് ഇൻ കേട്ടോ. ക്ലോസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ, ഓപ്പൺ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാലിങ്ങനെ വെക്കുക. ഞാൻ എന്തോ മാറിപ്പോയി തോന്നുന്നു പറഞ്ഞത്. ക്ലോസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാല് സ്ട്രെച്ച് ചെയ്യുക. ബെൻഡ്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബെൻഡ്, ബ്രീത്ത് ഇൻ. Change. Other side.
കാല് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, കാല് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഇൻ, ക്ലോസ്. ബ്രീത്ത് ഔട്ട്, സ്ട്രെച്ച്. ബ്രീത്ത് ഇൻ, ക്ലോസ്. താഴെയുള്ള കാല് ഫ്ലോറിലല്ല, മുകളിലാണ്. Bend, close, open, stretch. Keep moving. ചെയ്തോണ്ടിരിക്കുക. Lay on your back. മലർന്നെടുക്കൂ. Abdomen tight. Breathe out. Hips up and right leg up. അവിടെ ഹോൾഡ് ചെയ്യാം. ഒന്നും ചെയ്യണ്ട, കാല് വെറുതെ മുകളിൽ വെച്ചാൽ മതി. ആൻഡ് റൈസ് യുവർ ഹിപ്സ്. ഹിപ്സ് ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഹോൾഡ് ചെയ്യാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. റൈറ്റ് ലെഗ് അപ്പ്. ഹിപ്സ് മുകളിലാണ് അഞ്ജലി. കാലും ലിഫ്റ്റ് ചെയ്യുക. റൈറ്റ് ലെഗ് അപ്പ്. റൈറ്റ് ലെഗ് അപ്പ്. Then down, hips up, left leg up, അഞ്ജലിയുടെ പാൻസിൽ ഗിൽറ്റ് ആണോ, ഗ്ലിറ്ററിങ് എന്തെങ്കിലും ഉണ്ടോ, തിളങ്ങുന്നു? Keep moving. Knee straight. Hold. Down. Then change. Right leg. Hips up. Right leg up. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ലെഗ് പൊക്കിയത്, ഇടുപ്പ് താഴ്ത്താതെ കാല് മാത്രം മുട്ട് നിവർത്തിക്കൊണ്ട് താഴേക്ക് കൊണ്ടുവരിക. അപ്പ് ആൻഡ് ഡൗൺ. കാൽമുട്ട് മടക്കാതെ വലത് കാല് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ഹിപ്സ് മുകളിൽ തന്നെയാണ്. നിഷ കാൽമുട്ട് മടക്കാതെ ചെയ്യുക. ആരത്? റാഹില. കാൽമുട്ട് മടക്കാതെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യൂ. ഹേമ വീഡിയോ ഓഫ് ചെയ്തിട്ട് വെച്ചു അല്ലേ? അപ്പ് ആൻഡ് ഡൗൺ. ഹിപ്സ് അപ്പ്. റൈറ്റ് ലെഗ് അപ്പ് ആൻഡ് ഡൗൺ. Very good. Change. Hips up. Left leg up. Up and down. ഇടത് കാല് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. നമുക്ക് 10 മിനിറ്റ് കൂടിയുള്ള വർക്ക്ഔട്ട്. കീപ് മൂവിങ്. അപ്പ് ആൻഡ് ഡൗൺ. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ബ്രീത്ത് ഇൻ ആൻഡ് ഡൗൺ. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ബ്രീത്ത് ഇൻ ആൻഡ് ഡൗൺ. സ്ലോലി. കാല് പൊക്കുമ്പോ ശ്വാസം പുറത്തേക്ക് വിടും. മാം എനിക്കത് പറ്റുന്നില്ല. അപ്പോ ഹിപ്സ് താഴെ വെച്ചിട്ട് തന്നെ ചെയ്തു, കുഴപ്പമില്ല. Okay, now both legs up. രണ്ട് കാലും ലിഫ്റ്റ് ചെയ്യാം. Then stretch out one leg. എന്നിട്ട് ആ കാലിനെ ഇങ്ങനെ താഴെ വരെ കൊണ്ടുവരിക. ഫ്ലോർ തട്ടുന്നതിന് മുമ്പ് ബെൻഡ് ചെയ്യാം. Breathe out. Bend. Breathe in. Breathe out. Circle. Breathe in. Breathe out. രണ്ട് കാലും ടേബിൾ ടോപ്പിൽ വെക്കാം. ഓരോ കാലായിട്ട് മാറി മാറി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സർക്കിൾ ചെയ്യുക, തിരിച്ചു വെക്കുക. കാല് താഴെ വരെ പോട്ടെ. ഇത് തന്നെ റിവേഴ്സ് ചെയ്ത് നോക്കൂ. ഓപ്പോസിറ്റ് അല്ല, താഴേന്ന്. ഇപ്പൊ നമ്മൾ മുകളിൽ നിന്നല്ലേ താഴേക്ക് ആക്കിയത്, ഇനി താഴേന്ന് മുകളിലേക്ക്. ബ്രീത്ത് ഔട്ട്, bend. താഴേന്ന്. ബ്രീത്ത് ഔട്ട് and bend. Breathe out, bend. Breathe out. Breathe in, tabletop. Breathe out. Keep moving. Breathe out. Abdomen tight. And hold.
breathe out. അഞ്ജലി ചെയ്യടാ. ഓക്കെ, now both legs. ആർക്കെങ്കിലും ബാക്ക് പെയിനോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തംസ് ഡൗൺ കാണിച്ചിട്ട് ഞാൻ നോക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നീ കാലിന് മടക്കുക, ഹിപ്സ് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് കുതിച്ചു കൊണ്ടുപോ, സ്ട്രെച്ച് ആവും. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴെ. എന്നെ വലുതാക്കി കാണിക്കണോ? 1 second. Yes. കാല് ബെൻഡ് ചെയ്യുക, സ്ട്രെച്ച് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ട്രെച്ച് ഔട്ട്, ബ്രീത്ത് ഔട്ട്, സ്ട്രെച്ച് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. തിരിച്ചു വരുമ്പോ ശ്വാസം എടുക്കാം. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാം. ഹിപ്സ് ഒന്ന് കുതിച്ചു പൊങ്ങുന്ന മാതിരി ഹിപ്സ് റൈസ് ചെയ്യാം. എന്ത് പറ്റി മേനക? എനിക്ക് നടുവേദനിക്കുന്നു മാം. നടുവേദനക്കുണ്ട്, അപ്പൊ അത് ചെയ്യണ്ട. നടുവേദനക്കുന്നുണ്ടെങ്കിൽ നടുവേദന തോന്നുന്ന എല്ലാവരും ഇതെങ്ങനെ ചെയ്യും? ഒരു കാല് മടക്കുക, breathe out, breathe in, head down, stretch out, breathe out. എല്ലാവരും ചെയ്തോളൂ. ഒന്നും കാണണില്ലല്ലോ 1 second, മാം. 1 second, 1 second. ഓക്കെ, ഇപ്പൊ ഓക്കെ ഇല്ലേ? കാല് സ്ട്രെച്ച് ചെയ്യാം. എല്ലാവരും ചെയ്തോളൂ. Breathe in and breathe out. No stealing. ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ breathe in, head down, stretch out. മാം ആണ്. ഇപ്പോഴും കാണുന്നില്ലേ? ഇല്ല. അതെന്താ? ആർക്കും കാണുന്നില്ലേ? ചിലപ്പോ എന്റെ നെറ്റ് ഇഷ്യൂ ആയിരിക്കുമോ? മേ ബി. എന്നൊരു കാര്യം ചെയ്യും, മലർന്ന് കിടന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ചെയ്തോ. മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് വലത് കാല് നെഞ്ചിനോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് വെക്കുക. കാല് ബ്രീത്ത് ഔട്ട്. മൂക്ക് മുട്ടിക്കാൻ പറ്റുമോ നോക്കൂ. ബ്രീത്ത് ഇൻ, ഹെഡ് ഡൗൺ. ഇടത് കാല് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇടത് കാല് ഹഗ് ചെയ്യുക മടക്കിയിട്ട്. യെസ്, വെരി ഗുഡ്. അത് തന്നെ. ബ്രീത്ത് ഇൻ, ഹെഡ് ഡൗൺ. ഇത് ചെയ്യുമ്പോ ഓക്കെ ആണല്ലോ. ബ്രീത്ത് ഔട്ട്. യെസ്, വെരി ഗുഡ്. ബ്രീത്ത് ഇൻ, ഹെഡ് ഡൗൺ, ബ്രീത്ത് ഔട്ട്. എന്ത് പറ്റി ഹേമ? ചെയ്യാൻ പറ്റുന്നില്ലേ? മൂക്ക് മുട്ടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. കാല് 1 by 1 ആയിട്ട് മടക്കിയാൽ മതി. ഒരു കാല് മടക്കുമ്പോ മറ്റേ കാല് നിവർത്തി താഴെ വെച്ചോ. തറയിൽ മുട്ടുന്ന പോലെ വെക്കാം. Breathe out and breathe in. Good. ഈ 2 കാലും ഹഗ് ചെയ്യൂ. Both legs. ഒന്ന് കിടക്കുക. 2 കാലും ഹഗ് ചെയ്യുക. Breathe out. Breathe in, head down. Breathe out. Relax. Both legs. Breathe in and breathe out. Breathe in, head down. Breathe out and relax. സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. ഒരു കാലിങ്ങനെ ചെരിച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാം മുകളിലേക്ക്. വലിച്ചു പിടിക്കും. Keep breathing. 1, 2, 3, 4, 5, 6, 7. വലിച്ചു പിടിക്കൂ. 8, 9, 10, 11, 12, 13, 14, 15. Very good. Change. Other side. Stretch. 1, 2, 3, 4, 5, 6, 7, 8, 9,
10, 11, 12, 13, 14, 15. കമിഴ്ന്ന് കിടക്കുക. അങ്ങനെ ബെൻഡ് ചെയ്യുക. കാല് വൈഡാക്കി വെച്ചോളൂ. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. എടുക്കാം. 1. ബാക്ക് പെയിൻ ഉള്ളവർ ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിന് ഓവർ സ്ട്രെയിൻ കൊടുക്കരുത്. ഇത് ചെയ്യുമ്പോ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ. അത് അവോയ്ഡ് ചെയ്ത് കമിഴ്ന്ന് കിടക്കുക. ബ്രീത്തിങ് ഒന്ന് പറഞ്ഞു മാം. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലേക്ക് വരിക. അവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്വാസം എടുത്ത് വിടും. Now change. കാൽമുട്ട് മടക്കി ഹിപ്സ് റൈസ് ചെയ്യാം. കൈ രണ്ടും മുമ്പിലേക്ക് വെക്കാം. And sit down. Relax your body. ഒരിക്കൽ കൂടെ കണ്ടില്ല. ഒരു സെക്കൻഡ് കാണിച്ചു. ഹിപ്സ് റൈസ് ചെയ്യാം. രണ്ട് കൈയും താഴെ വെച്ചിട്ട് നെഞ്ച് താഴെ മുട്ടിക്കും. നെഞ്ച് താഴെ മുട്ടിക്കുമ്പോ നെഞ്ച് ചിൻ താഴെ വെക്കണം കേട്ടോ. വെച്ചിട്ട് കൈ നിവർത്തി വെക്കും. യെസ്. ഷോൾഡർ താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. നട്ടെല്ല് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കാല് മടക്കിയിരിക്കുക. then twist ചെയ്യാം. look back. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Change other side. Look back. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. കൈ ഇന്റർലോക്ക് ചെയ്യാം. മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ് ഹോൾഡ് ചെയ്യാം. hug yourself. Say thank you to your whole body. ശരീരത്തിലെ ഓരോ മസിൽസിനും ജോയിന്റ്സിനും എല്ലാം താങ്ക് യു പറയാ. ഇന്നത്തെ ദിവസം ഈ ഒരു ടൈം വർക്ക്ഔട്ടിന് വേണ്ടി മാറ്റി വെച്ചതിന് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാ. സേ ഐ ലവ് മൈസെൽഫ്. എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യം, എൻ്റെ മാനസികമായ സന്തോഷം എല്ലാത്തിനും ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഐ ലവ് മൈസെൽഫ് എ ലോട്ട്. നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള ആ ഒരു കാര്യം നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതുക കേട്ടോ. എഴുതി വെച്ചിട്ട് മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു 2 minutes കണ്ണടച്ചിരിക്കാം. ജസ്റ്റ് ശ്വാസം എടുത്ത് വിടുന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നാളെ ഏത് സമയത്താണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. ആ ഗിഫ്റ്റ് കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വയം സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തതിന് ഒരു താങ്ക് യു സ്വന്തമായിട്ട് പറയാ. ജസ്റ്റ് ഫീൽ ഹാപ്പി. നാളത്തെ ദിവസം നിങ്ങളെ സ്വന്തം എന്തെങ്കിലും ഒരു പാഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യാനുള്ള കാര്യമോ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാനോ
എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട പണ്ടത്തെ ഒരു പാട്ട് കേൾക്കാനോ എന്തിനെങ്കിലും വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. അത് എന്താണെന്നുള്ള ഇപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യുക. അത് ഏത് സമയത്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാ ടൈം കാണുക. നിങ്ങൾ അത് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളെ ഹാപ്പി ആക്കാനും പീസ്ഫുൾ ആക്കാനും നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പും എടുത്ത് തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്യും. അപ്പൊ ആ കാര്യം എന്താന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണലിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം, ഫ്രൈഡേ. ബൈ. Okay.